പക്ഷെ അവൻ അവന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. അവൻ ബുദ്ധിയുള്ളവനാ, എല്ലാം മനസ്സിലാക്കിക്കോളും. നമ്മുടെ കുഞ്ഞല്ലേ. ശരി. നമസ്കാരം, ഞാൻ കാഞ്ചനവസ്തി. നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ക്രൈം ചക്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക്, പുതിയൊരു കഥയുമായി. ഇന്നത്തെ കാലത്ത് സത്യസന്ധമായ പ്രണയം കിട്ടുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. അഥവാ അത് കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്തണമെന്ന് ആർക്കും ആഗ്രഹമില്ല. ആ പ്രണയം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഒരു കാര്യവും ആരും ചെയ്യുകയില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അഗാധമായ പ്രണയത്തിൽ പെട്ടുപോകുന്ന ചിലർ ആ പ്രണയം ലഭിക്കാൻ വേണ്ടി എല്ലാ അതിരുകളെയും ലംഘിക്കും. എന്ത് വില കൊടുത്തും ആ പ്രണയം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരെ എത്താറുണ്ട്. ഇന്നത്തെ കഥയിൽ സംഭവിച്ചത് അങ്ങനെയൊക്കെ തന്നെയാണ്. സന്തോഷകരമായി ജീവിക്കുന്ന ഒരു ചേട്ടന്റെയും ചേട്ടത്തിയുടെയും ബന്ധത്തിലേക്കാണ് അവരുടെ അനിയന്റെ ദൃഷ്ടി പതിയുന്നത്. സഞ്ജു, സഞ്ജു, എന്താ എന്റെ പേഴ്സ് ഇവിടെ വെച്ചേക്കുന്നേ? അവിടെ ആ ടേബിളിൽ ഇരിപ്പുണ്ട്. ശരിക്കും ഓഫീസിൽ പോലുള്ള സമയമായി. നോക്കിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. നീ ഒന്ന് വന്നേ ഇങ്ങോട്ട്. അതവിടെ ഇരിപ്പുണ്ടെന്നേ. ചേട്ടാ കിട്ടുന്നില്ല എന്നല്ലേ പറഞ്ഞേ? ആ നിക്ക്, ഞാൻ വരാം. ഇതെന്തു ഇത്? കഷ്ടമാണ് കേട്ടോ. എനിക്ക് പേഴ്സ് അല്ല വേണ്ടത്. എനിക്ക് വേണ്ടത് നിന്നെയാണ്. അത് ശരി. അപ്പൊ ഇപ്പൊ ലേറ്റ് ആവില്ലേ? എനിക്ക് തീരെ സുഖമില്ലാത്തതുപോലെ ഇന്നത്തെ ഓഫീസിൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാം. ഓക്കെ? അതിന്റെ ഒരു ആവശ്യമില്ല. ഓഫീസിൽ പോവാൻ നോക്ക്, ബാക്കി രാത്രി നോക്കാം. എടേ, രാത്രി വരെ കാത്തിരിക്കാൻ പറ്റില്ല. നീ ഒന്ന് മനസ്സിലാക്ക കേട്ടോ. ചേട്ടാ, എന്നെ ഒന്ന് കോളേജിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? പെർഫെക്റ്റ് ടൈമിംഗ്. ആക്കടാ മോനെ, ഞാൻ കൊണ്ടാക്കടാ. ഏട്ടത്തി ഇവിടെ നിൽക്കുകയാണോ? എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കഴിക്കാൻ താ. അവനെന്തെങ്കിലും കൊടുക്ക, അവന്റെ വിശപ്പങ്ങ് മാറട്ടെ. ആ ഇപ്പൊ തന്നെ കൊടുക്കാം. അയ്യോ സഞ്ജു, നോക്കി പോണം കേട്ടോ. ബൈ. ബൈ ചേട്ടത്തി. ശരി എന്നാ പോയിട്ട് വരാം. വാ. ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. ഇന്നത്തെ പ്രസന്റേഷൻ സൂപ്പർ ആയിരുന്നു. എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ പ്രൊമോഷൻ കിട്ടാനും നല്ല ചാൻസ് ഉണ്ട്. ബോസിന് ഒരു കാര്യം മനസ്സിലായി, എന്റെ ഡിസൈൻ ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന്. അതെന്തായാലും നല്ല കാര്യമാണല്ലോ. ഇനി നമ്മുടെ മോണ്ടിയുടെ കാര്യത്തിൽ എന്താ ചെയ്യണ്ടേ? അത് പറഞ്ഞപ്പോഴാ, ആ മോണ്ടി, നീ ഇന്ന് കോളേജിൽ നിന്ന് കോൺവെക്കേഷൻ ലെറ്റർ കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നില്ലേ? കൊണ്ടുവന്നോ? അതൊക്കെ കിട്ടി ചേട്ടാ. അടിപൊളി. അപ്പൊ പിന്നെ ഇനി നിന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാനാണോ? എടാ എന്താണെന്നറിയോ, 3 വർഷത്തെ ഗ്രാജുവേഷൻ നീ 5 വർഷം കൊണ്ടാ തീർത്തത്. നീ കുറച്ചുകൂടി സീരിയസ് ആവുക കേട്ടോ. എടാ മോണ്ടി, മോനെ ഭക്ഷണം പകുതിയാക്കി വെച്ച് പോയല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ ഇതൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അച്ഛനമ്മയെ പോയതിനു ശേഷം ഈ വീട് എങ്ങനെയാ നോക്കുന്നത് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. എന്നിട്ട് ഇവനെന്താ കാണിക്കുന്നേ? ഭക്ഷണം ഇട്ടേച്ച് പോയേക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാ, പക്ഷെ അവൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ശ്രമിക്കുന്നുണ്ടെന്നോ? അവൻ ശ്രമിച്ചിരുന്നെങ്കിൽ 2 വർഷം വെറുതെ പോകില്ലായിരുന്നു. അവൻ ചെറിയ കുട്ടിയല്ലേ. ചെറിയ കുട്ടിയോ? ഇപ്പൊ പിടിച്ച് കടിച്ച് അവന്റെ കയ്യിൽ 2 കുട്ടികളുണ്ടാവും. അവന് ഒന്നിലും ഒരു ഇൻട്രസ്റ്റും ഇല്ലാന്നേ. നീ അവന്റെ അമ്മയാ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുക. പക്ഷെ അവൻ അതിനെ പറ്റിയൊന്നും ചിന്തയേ ഇല്ല. ഏത് നേരം നോക്കിയാലും ഫോണിൽ ബുദ്ധിക്കൊണ്ടിരിക്കും. എന്താ അതിനകത്തുള്ളേ? നിങ്ങൾ അതൊക്കെ വിട്ടേക്ക്, ഭക്ഷണം കഴിക്കേ. എനിക്കിപ്പോ വിശക്കുന്നില്ല. എനിക്ക് മതിയായി.
എന്ത് ചെയ്തോണ്ടിരിക്ക? വാ കിടന്നുറങ്ങാം. എടി ഞാൻ ജോലി ചെയ്യുന്നതല്ല, മോണ്ടിയുടെ ഡോക്യുമെന്റ്സ് ഒന്ന് നോക്കിയതാ. ഇനി അവനെയും എൻ്റെ കൂടെ ഓഫീസിലേക്ക് കൊണ്ടുപോയാലൊന്ന് ആലോചിക്കുമായിരുന്നു. ഞാൻ സാറിനോട് ഇതിനെപ്പറ്റി സംസാരിച്ചായിരുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ജോലി ശരിയാവും. അത് നല്ല കാര്യമാണല്ലോ. പക്ഷേ ഇനി അവനെ ഇതുപോലെ വഴക്കൊന്നും പറയാൻ നിൽക്കരുത്. ആ അതെ, പിന്നെ ആലോചിച്ചപ്പോൾ എനിക്കും വിഷമമായി. എന്താണെന്നറിയോ, അച്ഛനും അമ്മയും പോയതിനു ശേഷം അവൻ എൻ്റെ മോനെ പോലെ തന്നെ. അതുകൊണ്ടല്ലേ നമ്മൾ കുട്ടികളെ വേണ്ടാന്ന് വെച്ചത്. ഞാൻ അറിഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നതല്ല, പക്ഷെ അവൻ അവൻ്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. അവൻ ബുദ്ധിയുള്ളവനാ, എല്ലാം മനസ്സിലാക്കിക്കോളും. നമ്മുടെ കുഞ്ഞല്ലേ. ശരി. ഉം. നിനക്ക് എന്റെ പെണ്ണായ പോരായിരുന്നു. എനിക്ക് നിന്നെ എന്ത് ഇഷ്ടമാണെന്ന് നിനക്കറിയാമല്ലോ. നീ എനിക്ക് ഒരു സന്ദർഭം മാത്രം താ. നിനക്കറിയാമല്ലോ, നിന്നെ ഞാൻ സ്വർഗം കാണിക്കും. പക്ഷെ നമ്മുടെ രണ്ടുപേർക്കും നടുവിലുള്ള ശല്യത്തിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. നീ അത് ഓർത്ത് വിഷമിക്കണ്ട. നിന്നെ ഞാൻ റാണിയെ പോലെ ഇവിടെ താമസിപ്പിക്കും. ഐ ലവ് യു. I love you so much. ഒരു വശത്ത് രാജേഷിന് അവന്റെ അനിയനോടുള്ള സ്നേഹം, അവന്റെ ഭാവിയെക്കുറിച്ച് ഓർത്ത് അയാൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മറുവശത്ത് മോണ്ടി അവന്റെ സ്വന്തം അമ്മയെ പോലെ കാണേണ്ട ചേട്ടത്തിയുടെ മേലായിരുന്നു കണ്ണ്. അങ്ങനെയുള്ളവരെ നിങ്ങൾ എന്ത് വിളിക്കും? അങ്ങനെയുള്ളവരെ നമുക്ക് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ വിശ്വസിക്കാൻ പാടുണ്ടോ? സത്യത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ അണലിയേക്കാൾ കൂടുതൽ ഭയക്കണം. ആ മോണ്ടി, നീ ഇതെന്തെടുക്കുക? എടാ, നീ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഒപ്പം ഭക്ഷണം കഴിക്കാനേ വരുന്നില്ലല്ലോ. നിനക്കെന്തോ ഒരു വിഷമം. എടാ, ഞാൻ ഓഫീസിൽ സംസാരിച്ചിട്ടുണ്ട്. നാളെ മുതൽ നീ എൻ്റെ ഒപ്പം ഓഫീസിലോട്ട് വാ. ജോലിയൊക്കെ എളുപ്പമാടാ. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഞാനല്ലേ എല്ലാം പറഞ്ഞുതരാം. എടാ, നിനക്കിപ്പോഴും സന്തോഷമായില്ലേ? ശരി, നിന്നെ സന്തോഷിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഇങ്ങനൊരു ബൈക്ക് വേണമെന്ന് ഞാൻ എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നതാ. ഈ തേക്ക് നിന്റെ ഏട്ടത്തിമയോട് പറഞ്ഞാൽ മതി. ഇത് അവളുടെ ഐഡിയ. അപ്പൊ ഇത് ഞങ്ങൾ രണ്ടുപേരുടെ വക നിനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച് ഏട്ടാ. ഞാൻ ഇപ്പൊ തന്നെ ഈ ബൈക്ക് എല്ലാവരെയും കാണിച്ചിട്ട് വരാം. പോ. മോണ്ടി. ആ ഏട്ടാ. ആ പിന്നെ നീ നമ്മുടെ കാർ ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം. ചെറിയൊരു ഓയിലിൽ കൊണ്ട്, പിന്നെ ബ്രേക്ക് ശരിക്കും കിട്ടുന്നില്ല. അതൊന്ന് നോക്ക്. എന്താ പെട്ടെന്ന്? ഇന്നലെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. ഇതൊരു മെഷീനല്ലേ, ഇന്ന് മര്യാദയ്ക്ക് വർക്ക് ചെയ്താൽ നാളെ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യും? അല്ല, ഇനിയിപ്പോ ഓഫീസിലേക്ക് എങ്ങനെ പോവും? ഓ, അതിനെന്താ, ഞാൻ വണ്ടി ബുക്ക് ചെയ്ത് പോയിക്കോളാം. ആ എടാ, വണ്ടി സർവീസിന് എടുക്കാൻ മറക്കരുത് കേട്ടോ. ആ സഞ്ജു, ഞാൻ ചിലപ്പോൾ ഇത് വീട്ടിലേക്ക് വരാനായിട്ട് സാധ്യതയില്ല. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പുതിയ പ്ലാന്റ് കാണാനായിട്ടൊന്ന് പോകണം. അപ്പോൾ ചിലപ്പോൾ ഒരുപാട് ലേറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ തന്നെ കിടക്കും. അവിടെ ട്രാൻസ്പോർട്ടേഷൻ ഒന്നും അങ്ങനെ അധികമായിട്ടില്ല. അല്ലേട്ടാ, ഏട്ടനെ ബൈക്കിന്റെ താക്കോൽ എടുത്തോ, വണ്ടി കൊണ്ട് പോയിക്കോ. പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആ, ബൈക്കിൽ പോയാൽ മതിയല്ലോ. അത് നല്ല ഐഡിയ. ആ, എന്നാ കുഴപ്പമില്ല. ഞാൻ ഓഫീസിലെ ജോലിയൊക്കെ തീർത്തിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്കാം. ശരി എന്നാ, പോകട്ടെ. ഹലോ,
ഇത് സഞ്ജന മിശ്രയുടെ നമ്പർ അല്ലേ? അതെ, ഞാൻ തന്നെയാ. അതെ, നിങ്ങളുടെ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റ് പെട്ടിട്ട് മരിച്ചുപോയി. ഏട്ടത്തി, എന്തു പറ്റി ഏട്ടത്തി? ഏട്ടത്തി, ഹലോ. രാജേഷ് ഒരു ആക്സിഡന്റ് പെട്ടിട്ട് മരിച്ചുപോയി. ഞാൻ നിങ്ങൾക്ക് ആ ലൊക്കേഷൻ ഒന്ന് അയക്കാം. നിങ്ങൾ വന്നിട്ട് ആ ബോഡി നിങ്ങൾ കളക്ട് ചെയ്യണം. ആ, ഞങ്ങൾ ഉടനെ വരാം. ഏട്ടത്തി, ഏട്ടത്തി, ഏട്ടത്തി. അതെ സാർ, ഞാൻ അന്വേഷിക്കുന്നു. ശരി സാർ. സാർ, രാജേഷിന്റെ ബൈക്ക് ആക്സിഡന്റ് ആയില്ലേ? അതിന്റെ ഫോറൻസിക് റിപ്പോർട്ടായത്. അത് ആക്സിഡന്റ് കേസാന്ന് പറഞ്ഞ ഫയൽ ക്ലോസ് ചെയ്തേ. പക്ഷേ സാറ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇത് എക്സ്പ്ലോസീവ് ആണല്ലോ. സാധാരണ എക്സ്പ്ലോസീവ് അല്ല, കെമിക്കൽ ഡിസൈൻഡ് ആണ്. ഇത് ചെയ്തവൻ അറിയാമായിരുന്നു. വണ്ടി ചൂടായി കഴിഞ്ഞാൽ അതിനുള്ളിലെ കെമിക്കൽ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനുമായി കോണ്ടാക്റ്റിൽ വന്ന് തീ പിടിക്കുമെന്ന്. സ്പോർട്സ് ബൈക്ക് ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും കമ്പയർ ടു നോർമൽ ബൈക്ക്. സാർ, ഒരു കാര്യം കൂടെ, ബൈക്കിന്റെ കൂളന്റിന്റെ പാർട്സ് മിസ്സിംഗ് ആണ്. അപ്പൊ ആരും അറിഞ്ഞുകൊണ്ട് ആ ബൈക്കിന് കംപ്ലൈന്റ് വരുത്തിയതാണ്. ഒരു കാര്യം ചെയ്യും, അവരുടെ നെയ്ബേഴ്സിനോടും ആ മോണ്ടിയുടെ കോളേജിലൊക്കെ പോയി അന്വേഷിക്കുക. ശരി സാർ. മേഡം വിഷമിക്കാതിരിക്കൂ. നിങ്ങളുടെ ഭർത്താവിന് സംഭവിച്ച അപകടത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ശത്രുക്കൾ ഉണ്ടായിരുന്നു? ഇല്ല സർ, എന്റെ രാജേഷ് ഒരു പാവായിരുന്നു സർ. രാജേഷ് ആരോടും ഒരു പ്രശ്നത്തിനും പോവില്ലായിരുന്നു സർ. നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും ആണെങ്കിലും? ഇല്ല സാറേ, എന്റെ ചേട്ടൻ ഭയങ്കര പാവമായിരുന്നു. ആർക്കും ചേട്ടനോട് ഒരു ശത്രുതയില്ലായിരുന്നു. പക്ഷെ സാർ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? അദ്ദേഹം മരിക്കാനിടയായ ആക്സിഡന്റിന്റെ കാരണം ആ പെട്രോൾ ടാങ്ക് ബ്ലാസ്റ്റ് ആയതാണ്. ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് അതിന്റെ സേഫ്റ്റി പാർട്സ് അഴിച്ചുവിട്ടെന്നാണ്. പക്ഷെ സാറേ, അതൊരു പുതിയ ബൈക്കായിരുന്നു. ഇത് വെറും ഒരു ആക്സിഡന്റ് അല്ലെന്നും പ്ലാന്റ് മർഡർ ആണോ എന്ന് സംശയമുണ്ട്. പക്ഷെ തെളിവിനൊരു കത്തിയ ബൈക്കല്ലാതെ വേറൊന്നുമില്ല. ആക്സിഡന്റ് ആയ ബൈക്ക് തന്റേതായിരുന്നു. അതെ സാറേ, ചേട്ടൻ ആ ബൈക്ക് എനിക്ക് സമ്മാനമായിട്ട് തന്നതാ. ചേട്ടനോട് ആർക്കും ഒരു ശത്രുത ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഞങ്ങളുടെ ഭാഗ്യക്കേടാണ് സാർ. ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങളെ വിട്ടിട്ട് പോയില്ലേ. ശരി, ഇപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. എനിക്കൊരു രണ്ടുപേരെ സംശയം തോന്നുന്നുണ്ട് സാർ. ഒരു തെളിവില്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാണോ? സാർ, ഇവര് രണ്ടുപേരും കൂടി എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധ്യതയില്ലേ? ഇല്ല, അതിന്റെ സാധ്യതയില്ല. നമുക്ക് നോക്കാം. ഇത് എത്ര ദിവസം തുടർന്ന് പോകുന്നു. ഇവിടെ മേലൊരു കണ്ണു വേണം. ശരി സാർ. സാറേ, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും കിട്ടും. ഓക്കെ സാർ. ശരി സാർ. സാർ, ഞങ്ങൾ ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിച്ചു. അയൽപക്കക്കാരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, സാർ, അറസ്റ്റ് ചെയ്യാനായിട്ട് ഇത്രയും തെളിവ് മതിയാവില്ലേ? ഇത് പോരാടും. കൃത്യമായിട്ടുള്ള തെളിവ് വേണം. പോലീസുകാർ ചോദിക്കേണ്ടവരെ ചോദിച്ചു കഴിഞ്ഞാൽ തത്ത പറയുന്നത് പോലെ പറയും സാറേ.
അതും ശരിയാ. ഇനി ഇവിടുന്ന് മുങ്ങുന്നതിന് മുൻപ് നമുക്കങ്ങ് പൊക്കാം. ശരി സാർ. വാ. സഞ്ജു, ഡാർലിംഗ് സഞ്ജു, ഇതെവിടെയാ? സഞ്ജു, ഒന്ന് ഇറങ്ങി വാ. മോണ്ടി, എന്ത് മര്യാദ കേടാടാ ഇത്? ഏട്ടൻ പോയിട്ട് 1 മാസം പോലും ആയില്ല. നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? മിണ്ടരുത്. അയാൾ ഉണ്ടായിരുന്ന ഇപ്പൊ എന്നെ എന്ത് ചെയ്തേനെ? ഈ വീടേ എന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. അങ്ങേർക്ക് കിട്ടിയ ജോലി എന്റെ അച്ഛൻ കാരണം കിട്ടിയ ജോലിയാ. എന്നിട്ടിപ്പോ പറയുന്ന കേട്ടോ. നിനക്കിപ്പോ സ്വബോധം ഇല്ലാതിരിക്കുക. നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോഴേ എനിക്കൊന്ന് ബോധം വെച്ചത്. എന്നെ വിടടാ, അല്ല ഞാനിപ്പോ പോലീസിനെ വിളിക്കാം. എന്നാ പോലീസിനെ വിളിക്കേ. പോലീസിനെ എന്തുണ്ടാക്കാനാ? ഞാൻ അവനെ നിന്റെ കെട്ടിയനെ കൊന്നതുപോലെ നിന്നെ ഒഴിവാക്കാനും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് മര്യാദയ്ക്ക് അനുസരിച്ചോ. അയ്യോ വേണ്ട, എന്നെ വിട്, വിട്. സർ, ഇവനെ എന്റെ ഭർത്താവിനെ കൊന്നത്. ഇവനെ എന്നെ കൊല്ലാൻ പോവായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അവനെ പോയി പിടിക്കണോ? എടാ ഓടരുത്, അവിടെ നിൽക്കാൻ. ഇന്ന് വാടാ ഇങ്ങോട്ട്. വാടാ. നടക്ക്. നടക്ക്. നിന്റെ കെട്ടിറങ്ങിയോ? ഇനി പറയണ, രാജേഷിനെ എന്തിനാ കൊന്നത്? പറഞ്ഞില്ലെങ്കിൽ നീ എന്നെ ഇന്ന് മേടിക്കും. ഞാൻ പറയാം സാറേ. സാറേ, എനിക്ക് എപ്പോഴും അയാളുടെ അസൂയായിരുന്നു. അച്ഛന്റെ ജോലി അയക്ക് കിട്ടി, സഞ്ജുവിനെ പോലൊരു പെണ്ണിനെ അയക്ക് കിട്ടി. എനിക്ക് സഞ്ജുവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു സാറേ. ലൈഫിൽ എല്ലാം അയാൾക്കാ കിട്ടിയത്. പക്ഷെ എനിക്കോ അയാൾ ഉപയോഗിച്ച് കളഞ്ഞ സാധനങ്ങളാണ് എനിക്ക് കിട്ടിയത്. ആദ്യം ഞാൻ അയാളുടെ കാറ് കേടാക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ എൻ്റെ ആ പ്ലാൻ വർക്കൗട്ട് ആയില്ല. പിന്നെ ഒരു അവസരം കിട്ടിയപ്പോൾ ബൈക്കിൻ്റെ സ്പീഡോമീറ്ററിൽ ഒരു എക്സ്പ്ലോസീവ് സ്ഥാപിച്ചു. ബൈക്കിൻ്റെ സ്പീഡ് 50-ന് മേളിൽ കയറുമ്പോൾ അത് പൊട്ടുമായിരുന്നു. എനിക്കറിയായിരുന്നു സാറേ, ആളില്ലാത്ത റോഡ് കണ്ടാൽ ചേട്ടൻ പറപ്പിക്കുന്നു. വികാരങ്ങൾ മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുമെന്ന് നിങ്ങളിപ്പോൾ കണ്ടില്ലേ? വളരെ നോർമലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കുടുംബത്തിനുള്ളിൽ പോലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഇനി എത്രയൊക്കെ തന്നെ ശ്രമിച്ചാലും ഒരാളുടെ മനസ്സിലിരിപ്പ് ശരിയല്ലെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. എങ്കിലും സത്യത്തെ ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. നിങ്ങൾ ഇനിയും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ഞെട്ടിക്കുന്ന അനവധി കഥകളുമായി നിങ്ങളെ വന്ന് കണ്ടുകൊണ്ടേയിരിക്കും. അതുവരെ ജാഗരൂകരായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ജയ് ഹിന്ദ്.